വെൽക്കം ബാക്ക് ടു sKitchen പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ലോ വന്നേക്കുന്നത്. ഒരു ചെറിയ വ്ളോഗാണ്. നമ്മുടെ ആവിസ് വ്ളോഗിലെ ആവിസ് ചാനലിലെ പുള്ളി ഒരു നൂഡിൽസ് ചലഞ്ച് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ചലഞ്ച് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ ആമസോണിൽ സാധനം ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആയിരുന്നു കേട്ടോ അവർ അതിന്റെ അത് ചലഞ്ച് വെച്ചിരുന്നത്. ഞങ്ങൾ സാധാരണ സ്പൈസി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ കഴിക്കാറുണ്ട്, വെറൈറ്റി ഡിഷസ് എല്ലാം ടേസ്റ്റ് ചെയ്യാറുണ്ട് മിക്കതും തന്നെ. അപ്പൊ ഇത് എങ്ങനെയാവും എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും ഏതുവിന് എന്തായാലും കൊടുക്കുന്നില്ല, ഞങ്ങൾ മാത്രമാണ് കഴിക്കുന്നുള്ളൂ. അപ്പൊ ഡോളോ ചിപ്സിന്റെ കുറെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ ഇത് അതൊക്കെ മേലെയാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. അപ്പൊ ഇത് 5 പാക്സിന്റെ ഒരു പാക്കറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സ്പൈസി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകത്തൊരു കണ്ടോ ഒരു ഇമേജ് ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പൈസി ആണെന്നാണ് തോന്നുന്നത്. എന്താവും അറിയത്തില്ല. അപ്പൊ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. കഴിച്ച് മുഴുവൻ കഴിക്കാൻ പറ്റുമോ എന്താവും ഒന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതേപോലെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. കൂടാതെ നോട്ടിഫിക്കേഷൻസ് ഇടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാതെ. അപ്പൊ ഞങ്ങൾ 2 പാക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ഒരു പാക്കറ്റ് ഇച്ചാനും ഒരു പാക്കറ്റ് എനിക്ക്, അങ്ങനെ 2 പാക്കറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സാധാ നൂഡിൽസ് ഉണ്ടാക്കും പോലെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും നൂഡിൽസ് ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്തേക്ക് പൊട്ടിച്ചിടുവാണ് 2 നൂഡിൽസ്. കണ്ടിട്ട് തന്നെ നല്ല സ്പൈസി ആണെന്ന് തോന്നുന്നു. നല്ലൊരു നല്ല മുളകിന് നല്ലൊരു കുത്തല് വരുന്നുണ്ട് കേട്ടോ. എന്തോ നമ്മുടെ മുളക് ചമ്മന്തിയുടെ ഒരു സ്മെല്ലല്ലേ വരുന്നത്. അതെ, നമ്മൾ ഈ വറ്റൽമുളകും പുളിയൊക്കെ ചേർത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഞെരട്ടി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കില്ലേ, ആ ഒരു സ്മെല്ലാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന് എത്രമാത്രം എരിവുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരു മുളകിന്റെ നല്ലൊരു കുത്തല് നമുക്ക് അടിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും പാതി ഞാനും പാതി മാളും കഴിക്കും. അത് ഞാൻ മൊത്തം കഴിക്കുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇത് കണ്ടിട്ട് എനിക്ക് ഇനി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഫ്ലേക്സ് ആണ്. ഇത് എന്ത് ഫ്ലേക്സ് ആണെന്ന് നമ്മൾ ഒരു പിടിപാടുമില്ല. ബ്ലാക്ക് കളറിലാണ്. അപ്പൊ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഞങ്ങൾ ഈക്വൽ ആയിട്ട് 2 പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അംഗത്തിന് നേരെ നല്ല രീതിയിൽ എരിയുന്നുണ്ട്. നല്ല സുഖം തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഇതിന്. നല്ല ടേസ്റ്റ് ആണ് നൂഡിൽസിന്. ബട്ട് കാന്താരി മുളക് 5 എണ്ണം നിന്ന ഒരു എഫക്റ്റ് ആണ് കേട്ടോ. ആ പിള്ളേർ എങ്ങനെ ഇത് കഴിച്ചു തീർത്തത് എനിക്ക് അറിയാൻ പാടില്ല. ചെറിയ പിള്ളേർ ഇത് കഴിച്ചു. അമ്മോ, ഇത് ഇപ്പൊ നമ്മള് എന്ത് സാധനം ചൂടോടുകൂടി പെരുവള സാധനങ്ങൾ കഴിക്കുമ്പോൾ ഭയങ്കര ഡബിൾ എഫക്റ്റ് ആയിരിക്കും. ആ ഒരു എഫക്റ്റ് ആണ്. എന്താ പറയാ, ആ എരിവാണ് മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് മര്യാദക്ക് ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇച്ചാൻ അത്രയും കഴിച്ചു. എന്റെ പ്ലേറ്റിൽ ഒന്നും ആയിട്ട് തീർക്കണ്ടേ, ചാൻസ് അല്ലേ. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാ. എന്തോന്നുണ്ട്, കുറച്ച് വെള്ളം പോയി പിടിച്ചോ. വെള്ളം എടുത്തത് അത്ര എക്സ്ട്രീം എരിവെന്ന് പറയാൻ പറ്റില്ല, 4 എരിവുണ്ട്.
എരിവുണ്ട്, ശരിക്കും എരിവുണ്ട്. എരിവ് ഫീൽ ചെയ്യണ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാക്കിന്റെ ഇങ്ങേറ്റത്തും 2 ചെവിയിലും 2 കണ്ണിലും തലയുടെ മുഴുവൻ. എന്റെ പ്ലേറ്റിൽ ഒന്നും ആയിട്ടില്ല. ഞാനിത് എങ്ങനെ കഴിച്ചു തീർക്കും എനിക്ക് തന്നെ അറിയത്തില്ല. കംപ്ലീറ്റ് ചെയ്യണം. ഈ എരിവ് കാരണം വായിൽ ഇങ്ങനെ എന്താ പറയാ വെള്ളം വന്നുകൊണ്ടിരിക്കുക. നമുക്ക് എന്താ പറയാ മധുരമുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നു പറയും. ഇത് എരിവ് കാരണം ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആളിപ്പോ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചുകൂടും. ഒട്ടും പോലും കഴിച്ചിട്ടില്ല. ഭയങ്കര എരിവ്, ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നാക്കും ചുണ്ടിന്റെ ഇവിടെ ആയിട്ടാണ് ഭയങ്കരമായിട്ട് ഇരിഞ്ഞിട്ട് വയ്യ. ആയിക്കോട്ടെ, പക്ഷെ കംപ്ലീറ്റ് ചെയ്യണം. മൂക്കിന്ന് വെള്ളം പറഞ്ഞിട്ട് ഇത്രയ്ക്കും പണിയാവുന്ന വിചാരിച്ചില്ല. ലൈഫിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? വല്ലാത്ത എക്സ്പീരിയൻസ് ആയിട്ട്. മധുരമുള്ള സാധനം കഴിക്കാൻ പിന്നെയും കുഴപ്പമില്ല. ഇത്രയും സ്പൈസി. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇത്ര സ്പൈസി നൂഡിൽസ് കഴിക്കണം. നിങ്ങളും ഫുഡ് ഇത്രയും സ്പൈസി ആയിട്ടുള്ള കഴിച്ചിട്ടുണ്ട്? കറി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ഓടി പോകുമ്പോ എത്ര സ്പൈസി കഴിക്കാറില്ല. മുളക് പൊടി കൂട്ടി ആരും ഇവിടെ ഉണ്ടാക്കാറില്ലല്ലോ. കയ്യപ്പത്തം എനിക്ക് പറ്റാറില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം പറയാം, നൂഡിൽസ് ആണ് ടേസ്റ്റ്. മുളക് ഇച്ചിരി കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മള് സാധാരണ കഴിക്കുന്ന മാഗി നൂഡിൽസിനേക്കാളും ഒക്കെ ടേസ്റ്റ് ഉണ്ട്, നല്ല നൂഡിൽസ് ആണ്. പക്ഷെ ഈ എരിവ് ഒരു സ്വല്പം കൂടി കുറവാണെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ. അല്ലാതെ വയ്യ. ഇതിപ്പം എന്താ പറയാ അത്ര സ്പൈസ് അൺസൈക്കബിൾ ഒന്നും അല്ല, എന്നാലും ഓക്കെ ആണ്. പക്ഷെ എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ല. ആ കഴിക്കുമ്പോൾ മാത്രമുള്ള ആ എരിവുള്ളൂ. ഞാനിപ്പോ 10 മിനിറ്റായി കഴിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോ ഓക്കെ ആയി. ചുണ്ടിന്റെ ഇവിടെ ചെറിയൊരു പോച്ചിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാനതാണ് സമയം എടുത്തെടുത്ത് കഴിക്കുന്നത്. ആദ്യം കഴിച്ചതിന്റെ ആ ഒരു എഫക്റ്റ് ഒന്ന് പോയി കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചായിട്ട് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുക. എന്തായാലും ചാലഞ്ചാണല്ലോ. മാളുവിനെ കൊണ്ട് ഞാൻ കംപ്ലീറ്റ് കഴിപ്പിക്കും. ഞാൻ ഒരു വിധത്തിൽ ഞാൻ കഴിച്ചു തീർത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കുടിക്കുകയാണ്. 2 കിലോ പഞ്ചസാരയും 1 ലിറ്റർ വെള്ളം കുടിച്ച് തീർത്തിട്ടാണ് കഴിച്ചു തീർത്തേക്കാം. ഇനി കുറച്ച് പഞ്ചസാരയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമായിരിക്കും. ഏകദേശം ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്ത് എരിവുള്ള സാധനമാണെങ്കിലും ചൂടോടുകൂടി കഴിക്കുമ്പോൾ അതിന് ഇമ്പാക്ട് കൂടുതലായിരിക്കില്ലേ? ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇച്ചാൻ കഴിച്ച അത്ര സ്പീഡിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല, എങ്കിലും ഞാൻ കഴിച്ച് കംപ്ലീറ്റ് ചെയ്തു. മാളു നമ്മുടെ 3 എണ്ണം കൂടി ബാക്കിയുണ്ട്, അതെന്ത് ചെയ്യും? അത് ഇച്ചാൻ തന്നെ കഴിച്ചു. ഒരു പണി ചെയ്താൽ മതി, ആ സോസ് ചില്ലി സോസ് എല്ലാം കഴിച്ചാൽ മതി. നല്ല അത് ശരിയാട്ടോ. അതിന്റെ അകത്തുള്ള സോസും പിന്നെ ഫ്ലേക്സ് സാധാരണ സീസണൽ സീഡ്സും വേറെ എന്തോ സീവീഡ് ആണോ ബ്ലാക്ക് കളറിൽ, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്താ പറയാ സോസ് യൂസ് ചെയ്ത് കഴിക്കാൻ ദൈവമേ പകുതി ചേർത്താൽ മതി, നല്ല ടേസ്റ്റ് ആണ്. മൊത്തം ചേർക്കായിരുന്നു. എന്തായാലും ആ സോസ് ചേർത്താനാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അത് മൊത്തം ചേർത്തിട്ട് കഴിക്കാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ മൊത്തം ചേർക്കണം കേട്ടോ. അതെ, ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഒക്കെ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പങ്കുവെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അത് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ എന്താ അത്രയും കണ്ണീന്നൊന്നും അത്രയൊന്നും വെള്ളം വന്നില്ല കേട്ടോ. സാധാരണ നമ്മളിപ്പോ എരിവ് കൂടുതൽ കഴിക്കുമ്പോ അത്യാവശ്യം വേർക്കുകയും ചെയ്യും, കണ്ണീന്ന് വെള്ളം വരും. അത്ര എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അറിഞ്ഞെടുത്തോളം ഇതിന്റെ ഇപ്പൊ ഞങ്ങൾ 2x ആണ് മേടിച്ചത്, ഇതിന്റെ 6x വരെ ഉണ്ടെന്നാണ്. അതൊക്കെ കഴിച്ച് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നവരെ സമ്മതിക്കാം. പക്ഷെ അവീസ് വ്ലോഗില് 2x ആണെന്ന് എനിക്ക് തോന്നുന്നു. അവീസ് വ്ലോഗിൽ അവർ 2x ആണ് അക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ അതെന്തായാലും അക്സെപ്റ്റ് ചെയ്തു, സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തു അത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനി മറ്റൊരു ദിവസം മറ്റൊരു കിടക്കാൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഇസ് സൈനിങ് ഓഫ്. ബൈ.